ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ വിധി പറയുന്നത് മാറ്റി ഈ മാസം 19-ലേക്കാണ് മാറ്റിയത്. വിവരങ്ങളുമായി ഷീജയുണ്ട്. ഷീജ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. ഇന്നത്തെ കോടതി നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു? പ്രധാനമായും ബംഗളൂരു സ്വദേശിനിയായ 21-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ആ കേസിൽ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എടുത്ത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഒരു അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചത്. അതിലാണ് ഇന്നിപ്പോൾ വാദം പൂർത്തിയായിരിക്കുന്നത്. പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും വാദം പൂർത്തിയായിരിക്കുകയാണ്. അതിൽ വിധിക്കായാണ് ഇപ്പോൾ കേസ് മാറ്റിയിരിക്കുന്നത്. മാർച്ച് 19-നാണ് കേസിൽ വിധി പറയുക. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 3 വിധി പറയുക. ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ മുൻകൂർ ജാമ്യം ലഭിച്ച് പുറത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയെ അതിജീവിതയെ ടെലിഫോണിൽ വാട്സപ്പ് കോളിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അത് ഈ ജാമ്യത്തിന്റെ വ്യവസ്ഥകളുടെ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഈ ജാമ്യം റദ്ദാക്കണം. കാരണം പ്രതി പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ തോതിൽ അത് അതിജീവിതയുടെ ജീവനടക്കം ഭീഷണിയുണ്ട് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ച് വാദത്തിനിടയിൽ അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ ഒക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടായിരിക്കും 19-ാം തീയതി കോടതിയുടെ വിധിയുണ്ടാവുക.